അസ്സലാമു അലൈക്കും റഹ്മത്തുള്ളാഹി വബർക്കാത്തുഹു. ഹെവൻസ് ആപ്പും അതുമായി ബന്ധപ്പെട്ട വെബ്സൈറ്റും എങ്ങനെ റീസെറ്റ് ചെയ്യാം എന്നതിനുള്ള ഒരു ഡെമോ വീഡിയോ ആണ് ഇതോടൊപ്പം കൊടുത്തിട്ടുള്ളത്. ആദ്യമായി ചെയ്യേണ്ടത് app.heavenspreschool.com എന്ന ലിങ്ക് ഉപയോഗിച്ച് വെബ്സൈറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. വെബ്സൈറ്റ് പ്രവേശിച്ചു കഴിഞ്ഞാൽ തന്നിരിക്കുന്ന ലോഗിൻ ID ഉപയോഗിച്ച് സ്ഥാപനത്തിൻ്റെ സൈറ്റിലേക്ക് നേരിട്ട് പ്രവേശിക്കാം. സൈറ്റിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ വലത്തേ മൂലയിൽ സ്കൂളിൻ്റെ പേര് കൃത്യമാണോ എന്ന് ഉറപ്പുവരുത്തണം. അതോടൊപ്പം തന്നെ അതിന് ചേർന്നുള്ള ഈ വർഷം 2026-27 ആണ് എന്നുള്ളതും ഉറപ്പുവരുത്തണം. തുടർന്ന് ഇടത്തെ മൂലയിലുള്ള ഡാഷ്ബോർഡും അതിന് താഴെയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ ഇവിടെ കാണിക്കും. അടിസ്ഥാന വിവരങ്ങളിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമാണെങ്കിൽ വലത്തേ മൂലയിലേക്ക് വന്ന് അവിടെ എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ആവശ്യമുള്ള മാറ്റങ്ങൾ വരുത്തി താഴെ സേവ് ചെയ്യണം. അതേ ഇൻസ്റ്റിറ്റ്യൂഷൻ ബട്ടണിൽ തന്നെ ഒന്നുകൂടെ ക്ലിക്ക് ചെയ്ത് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻഫോ എന്നതിൻ്റെ താഴെ ക്ലാസ് എന്നിടത്ത് ക്ലിക്ക് ചെയ്ത് ക്ലാസ് സംബന്ധമായ വിവരങ്ങൾ ആഡ് ചെയ്യണം. അതിനായി ചെയ്യേണ്ടത് സ്കൈ 3യിൽ ഒറ്റ ഡിവിഷൻ മാത്രമാണ് ഉള്ളതെങ്കിൽ അവിടെ A എന്ന് മാത്രം ചെയ്ത് ആഡ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു A ഡിവിഷൻ അവിടെ വരുന്നതായിരിക്കും. അതേപോലെ സ്കൈ 2ലും ഒരു ഡിവിഷൻ മാത്രമാണെങ്കിൽ A, ഇനി ഒന്നിൽ കൂടുതൽ ഡിവിഷൻ ആവശ്യമെങ്കിൽ A, B, C അങ്ങനെ ആവശ്യമുള്ള ഡിവിഷനുകൾ ആഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് HR ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന ഐക്കണിൽ ക്ലിക്ക് ചെയ്താൽ മുമ്പ് ആഡ് ചെയ്ത മെൻറ്റേഴ്സിൻ്റെയും പ്രിൻസിപ്പലിൻ്റെയും വിവരങ്ങൾ ഇവിടെ കാണിക്കും. അതിൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത സ്റ്റാഫുകളെ ഒഴിവാക്കാനും സ്റ്റാഫുകളുടെ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. അതിന് ചെയ്യേണ്ടത് എഡിറ്റ് ഓപ്ഷനിൽ പോയി എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതേപോലെ പുതിയ സ്റ്റാഫിനെ ആഡ് ചെയ്യാനാണെങ്കിൽ ആഡ് സ്റ്റാഫ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള സ്റ്റാഫിനെ ആഡ് ചെയ്യാനും സാധിക്കും. സേവ് ചെയ്യാൻ മറക്കരുത്. നിലവിലുള്ള ഒരു സ്റ്റാഫിൻ്റെ ഡാറ്റ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ സ്റ്റാഫിൻ്റെ പേരിൻ്റെ നേരെയുള്ള 3 ഡോട്ടിൽ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ആ സ്റ്റാഫിൻ്റെ ആ മെൻറ്ററിൻ്റെ ഡാറ്റകൾ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. മെൻറ്റേഴ്സിന് ക്ലാസ് അസൈൻ ചെയ്യുന്നതാണ് അടുത്തതായി ചെയ്യേണ്ടത്. മെൻറ്റേഴ്സ് ക്ലാസ് അസൈൻമെൻറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ക്ലാസ് അസൈൻമെൻറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ മെൻറ്ററിനും അവരുടെ ക്ലാസ് നിങ്ങൾക്ക് അസൈൻ ചെയ്ത് കൊടുക്കാവുന്നതാണ്. അസൈൻ ചെയ്ത് കൊടുത്ത ക്ലാസ്സിലെ വിവരങ്ങൾ മാത്രമേ ടീച്ചേഴ്സിൻ്റെ ആപ്പിലേക്ക് വരികയുള്ളൂ. പ്രിൻസിപ്പാളിനെ എല്ലാ ക്ലാസ്സിലേക്കും അസൈൻ ചെയ്യാവുന്നതാണ്. അടുത്ത ഐക്കണിൽ മാനേജ്മെൻറ്റ് അംഗങ്ങളെ ആഡ് ചെയ്യാനുള്ള ഐക്കണാണ്. ഇവിടെ പ്ലസ് കൊടുത്തു കഴിഞ്ഞാൽ മാനേജ്മെൻറ്റ് ടീം അംഗങ്ങളെ നിങ്ങൾക്ക് സൈറ്റിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റും. അവർക്കുള്ള ഡ്യൂട്ടി അസൈൻ ചെയ്യാനും സാധിക്കും. HR ആൻഡ് അഡ്മിനിസ്ട്രേഷന് തൊട്ട് താഴെയായി അക്കാഡമിക് എന്നുള്ള ഐക്കണുണ്ട്. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലാസ്സിൽ സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാനായി സ്റ്റുഡൻസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ബട്ടൺ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റുഡൻസിനെ ആഡ് ചെയ്യാം. സ്റ്റുഡൻസിൻ്റെ അടിസ്ഥാന വിവരങ്ങളും ഫോട്ടോയും അപ്ലോഡ് ചെയ്യൽ നിർബന്ധമാണ്. ചെയ്യുന്ന മാറ്റങ്ങൾ സേവ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ കുട്ടികളെ ഒഴിവാക്കാനാണെങ്കിൽ റൈറ്റ് എൻഡിലുള്ള ഡിലീറ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡിലീറ്റ് ചെയ്യാനും അതേപോലെ ഡാറ്റ എഡിറ്റ് ചെയ്യാനാണെങ്കിൽ എഡിറ്റ് ബട്ടൺ ഉപയോഗിച്ച് എഡിറ്റ് ചെയ്യാനും സാധിക്കും. പിന്നീട് അതിന് തൊട്ട് താഴെയായുള്ള ടൈം ടേബിൾ സ്ട്രക്ചർ ക്ലിക്ക് ചെയ്ത് ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതിനായി ക്ലാസ് സെലക്ട് ചെയ്ത് ക്ലോൺ ടൈം ടേബിൾ സ്ട്രക്ചർ കൊടുത്തു കഴിഞ്ഞാൽ നിലവിലുള്ള ഒരു ടൈം ടേബിളിൻ്റെ മോഡൽ അതിൽ വരും. അതിൽ ആവശ്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ മാത്രം മതി. അതോടൊപ്പം തന്നെ അതിൻ്റെ ഏറ്റവും മുകളിൽ കാണുന്ന ടൈം ടേബിൾ ഐക്കൺ ക്ലിക്ക് ചെയ്താൽ ഓരോ ക്ലാസ്സിലേക്കുള്ള ടൈം ടേബിൾ സെറ്റ് ചെയ്യാൻ സാധിക്കും. ഈ ടൈം ടേബിൾ ആയിരിക്കും ആപ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. പിന്നെ പ്രൊമോഷൻ എന്നുള്ളൊരു ഐക്കണാണ്. പ്രൊമോഷനിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുട്ടികളെ ക്ലാസ് കയറ്റം ഇതിലൂടെ ചെയ്യാൻ സാധിക്കും. അതിനായി പ്രൊമോഷൻ ക്ലിക്ക് ചെയ്ത് വർഷം സെലക്ട് ചെയ്യുക. 2025-26 സെലക്ട് ചെയ്തതിന് ശേഷം ഏത് വർഷത്തേക്കാണ് പ്രൊമോഷൻ എന്നുള്ളത് സെലക്ട് ചെയ്യുക. 2026-27 ഏത് ക്ലാസ് ആണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സ്കൈ 1ലുള്ള കുട്ടികളെ സ്കൈ 2ലേക്കാണ് പ്രൊമോട്ട് ചെയ്യേണ്ടതെങ്കിൽ സ്കൈ 2. അതേപോലെ ഡിവിഷൻ A ഡിവിഷനിൽ നിന്ന് Aയിലേക്കാണ് സെലക്ട് ചെയ്യണമെങ്കിൽ A ഡിവിഷൻ 2 A സെലക്ട് ചെയ്ത് ഇവിടെ
ഇവിടെ ഡാറ്റ അവൈലബിൾ അല്ലാത്ത കൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവൈലബിൾ ആണെങ്കിൽ ഇത് കാണിക്കും. സ്കൈ 2 ടു സ്കൈ 3 ഇതിലേക്ക് കാണിക്കും. കുട്ടികളെ ഇതേപോലെ പ്രൊമോട്ട് ചെയ്യാൻ സാധിക്കും. സെലക്ട് ഓൾ കൊടുത്ത് പ്രൊമോട്ട് കൊടുത്താൽ മാത്രം മതിയാവും. പിന്നെ ഉള്ളത് ക്ലാസ് ഗ്രേഡാണ്. ഇവിടെ ക്ലാസ് സെലക്ട് ചെയ്ത് സ്കൈ 1, അതേപോലെ ഓരോ അസസ്മെൻറ്റും ക്രിയേറ്റ്. ഓണപ്പരീക്ഷ ആണെങ്കിൽ ഓണം എക്സാം ഇവിടെ ആഡ് ഗ്രേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് കുട്ടികളുടെ ഗ്രേഡ് ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. കുട്ടിയുടെ പേരും ഗ്രേഡും ഇവിടെ ആഡ് ചെയ്യാവുന്നതാണ്. ആപ്പിലെ മറ്റ് ഫീച്ചേഴ്സ് ഇൻഷാ അല്ലാഹ് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.